കണ്ണൂരിൽ ടി കെ ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ടി കെ ഗോവിന്ദൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് CPM നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വാർത്താസമ്മേളനം വിളിച്ച് നടപടികൾ വിശദീകരിച്ചു. പാർലമെന്ററി സ്ഥാനത്തിന് വേണ്ടി UDFന്റെ ചട്ടുകമായി ഗോവിന്ദൻ മാറിയെന്നും രാഗേഷ് ആരോപിച്ചു. പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വന്ന ടി കെ ഗോവിന്ദൻ ഒടുവിൽ പാർട്ടിക്ക് പുറത്തേക്ക്. ടി കെ ഗോവിന്ദനെ വർഗവഞ്ചകനാക്കി മുദ്രകുത്തിക്കൊണ്ട് CPM നേതാക്കളും രംഗത്തെത്തി. പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിൽ ഗോവിന്ദൻ വീണെന്നും പാർലമെന്ററി സ്ഥാനത്തേക്കാൾ വലുത് പാർട്ടി സ്ഥാനമാണെന്നും അധികാരത്തോടുള്ള വല്ലാത്ത ഭ്രമമാണ് ടി കെ ഗോവിന്ദനെന്നും CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ആരോപിച്ചു. അപ്പോൾ അങ്ങേയറ്റം പാർലമെന്ററി അവസരവാദം, പാർലമെന്ററി അതുമായി കൊണ്ട് നടക്കലായിരുന്നു ടി കെ ഗോവിന്ദൻ മാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതെന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇതേ നിലപാടായിരിക്കും ഗോവിന്ദൻ സ്വീകരിക്കുക. നടപടികൾ പാലിച്ചാണ് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത്. നിലവിൽ നിശ്ചയിച്ചവരെക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകാമെന്നും രാഗേഷ് പറഞ്ഞു. ടി കെ ഗോവിന്ദൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണെന്നും പാർട്ടി വിട്ടാൽ ഗോവിന്ദൻ കെട്ട തക്കാളിയാണെന്നും MV ജയരാജൻ പറഞ്ഞു. പാർട്ടിയുടെ ഒരു ശത്രുവായി പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചയാൾ മാറിയാൽ പിന്നെ കെട്ട തക്കാളിയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞതാ, സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള തീരുമാനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്തിനാ പാർട്ടി നേതാക്കളെ കാണാൻ പോയത്? തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അത് സ്ഥാനാർത്ഥി മോഹമല്ലേ, അതൊരു രാഷ്ട്രീയ വഞ്ചനയാണ്. അതേസമയം ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ പൊതു സ്വതന്ത്രനായാൽ മണ്ഡലത്തിലെ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് സൂചന. ജനം, കണ്ണൂർ.